PCOD ഉള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ PCODയുടെ മെയിൻ ആയിട്ടുള്ള കാരണം അതാണ്. ഒന്ന്, ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അവിൽ മിൽക്ക്, ഷെയ്ക്കുകൾ, ബൂസ്റ്റ് കുലുക്കി സർബത്ത്, ബ്രൗണി, അതേപോലെ കേക്കുകൾ, പേസ്ട്രി, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അതായത് ഹൈ കോൺസെൻട്രേറ്റ് ഫോമിലുള്ള ഷുഗർ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴിക്കുന്നെങ്കിൽ നിങ്ങളുടെ PCODയുടെയും PCOSന്റെയും ഒക്കെ തന്നെ മെയിൻ ആയിട്ടുള്ള റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇതാണ്. വേറെ എന്ത് മരുന്നുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണ് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വല്ലപ്പോഴും ഒരു ടേസ്റ്റിന് വേണ്ടി കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു അസുഖം വന്നിട്ടുണ്ട് എന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് കട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 60 to 90 ഡേയ്സ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇത് മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ഹെൽത്തി ആയിട്ടൊന്ന് കുറച്ച് വ്യായാമം, എക്സസൈസും, സ്റ്റെപ്സ് എല്ലാം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അമേസിംഗ് റിസൾട്ട് വരും. വിത്ത് മെഡിക്കേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരും. സോ ക്രേവിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ ഒരു ക്രേവിങ്ങിനെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് PCOD നിന്നും PCOS നിന്നൊക്കെ ഈസി ആയിട്ടുള്ള രീതിയിൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും.